ഇന്ന് നമ്മളൊരു കരിമീൻ കറിയാണ് വെക്കുന്നത്. അത് മാങ്ങയിട്ട് മുളക് കറിയാണ് വെക്കുന്നത്. അതിൻ്റെ ചേരുവകളും മീനും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട്, ഇഞ്ചി, 3 പച്ചമുളക്, 2 ചെറിയ മാങ്ങയാണ്. കാരണം ഇത് മൂവാണ്ടൻ മാങ്ങ ആയത് കാരണം പുളി കുറവായിരിക്കും, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഇത് എരിവെള്ള മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിങ്ക് സാൾട്ട്, പിന്നെ വേപ്പിലൊക്കെ കഴുകി വെച്ചിരിക്കുന്നത്. നമുക്കങ്ങനെ മീൻകറിയൊക്കെ തുടങ്ങാം. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ തെങ്ങിൻ്റെ ആട്ടിയ വെളിച്ചെണ്ണയാണേ, തേങ്ങ ആട്ടിയെടുത്തതാണ്. ചെറിയ ഉള്ളി ഇടാൻ പോകണല്ലേ? അല്ല, അത് ചൂടാകട്ടെ. എണ്ണ ചൂടാവണം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇടണേ കേട്ടോ. ചെറിയ ഉള്ളിയും സവാളയും ഒന്നിച്ചിടണേ. മുളകൊന്നും ഇടില്ല ഇപ്പം. ഓക്കെ. ഇത്തിരി വഴന്ന് കഴിയുമ്പോൾ ഇതാദ്യം മൊരീച്ചാണ് വെക്കുന്നത് അല്ലേ? ഇതൊന്ന് വാടട്ടെ. അത് കഴിയുമ്പോൾ ബാക്കി ചേരുവകളെല്ലാം ഇടാം. ഓക്കെ. ഉള്ളി ഇപ്പോൾ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇടുകയാണ് കേട്ടോ. ഇതിൽ തക്കാളി യൂസ് ചെയ്യില്ലേ? ഓക്കെ. വഴന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഒരുപാട് അങ്ങോട്ട് മൊരിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാലകളെല്ലാം ഇടാൻ പോകണേ. എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പിടുന്നില്ല. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മരിയണോ അല്ലേ? ഇതൊന്നും മരിയണം. ഇപ്പം തന്നെ മരിയും. കറി വേപ്പില ഇടുന്നതിന്. ഇനി ഈ മീൻ കറിക്ക് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചത് ഒഴിക്കുകയാണ് കേട്ടോ. കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു. ആവശ്യമായ ഉപ്പിടണേ. ഉപ്പിട്ട് അതിന് ശേഷം മാങ്ങകൾ ഇടണം കേട്ടോ. ഇത് തിളക്കണമായിരിക്കും അല്ലേ? തിളച്ചിട്ട് മീൻ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീനിടുക. അത് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിടാൻ പോവുകയാണേ. ഒരു മീനിന് മുട്ട ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കറി ഒന്ന് തിളച്ച് വറ്റണം. ഇത് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, കുറച്ച് വേപ്പിലയും ഒഴിച്ചിട്ട് കറി പിന്നെ ഒരു തിള പിന്നെ. അപ്പം നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതിന് ശേഷം ഇച്ചിരി വേപ്പില ഇടും ലാസ്റ്റ്. കറി സെറ്റായി. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ഓഫ് ചെയ്യും. ഓക്കെ. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഓക്കെയാണോ? സെറ്റാണോ? സെറ്റാണ്. അപ്പോൾ ഇത് 2 മുളക് പൊടി ടൈപ്പ് ചെയ്തത് ചേർത്തത് എന്തിനാ? അതില് കാശ്മീരിയും ചേർത്ത്, മറ്റേ മുളക് പൊടി ചേർക്കണത് ഇച്ചിരി കളർ കിട്ടാനും പിന്നെ എരിവ് അധികം വേണ്ടാത്ത ആൾക്കാർക്ക്. അതുകൊണ്ടാണ് കാശ്മീരി ചേർത്തത് അല്ലേ? അപ്പൊ കാശ്മീരി മാത്രം വെച്ചാൽ പോരാ? അങ്ങനെയാണെങ്കിൽ തീരെ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. താങ്ക് യു.